സൂയിസൈഡ് പോഡുകൾ അഭയം തേടുന്ന സ്വിറ്റ്സർലൻഡിലെ ചില ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അതായത് ആത്മഹത്യ എന്നുള്ള അവകാശം എന്നുള്ള രൂപത്തിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു ലിബറൽ കാഴ്ചപ്പാട് സമൂഹത്തിലുണ്ട്. ഇതൊക്കെ ഒരു ഭാഗത്തുണ്ടാവുമ്പോൾ ഈ നിയമം കൂടി പാസ്സാക്കി ഇടുമ്പോൾ ഇതൊക്കെ എന്താവും, ഈ രീതിയിലേക്ക് ദുരുപയോഗം ചെയ്യാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ മനുഷ്യന്റെ അന്തസ്സ് എന്ന് പറയുന്നത് മരിക്കാനുള്ള അവകാശത്തിലല്ല, മറിച്ച് ജീവിതത്തിലും അതോടൊപ്പം തന്നെ മരണസമയത്തും അവന് നൽകുന്ന പരിചരണത്തിലും സ്നേഹത്തിലുമാണ് യഥാർത്ഥത്തിൽ അന്തസ്സ് എന്ന് പറയുന്നത്. ഒരു വ്യക്തി ഒരു നാഷണൽ വേസ്റ്റ് ആണ് എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഭരണകൂട സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ചില ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളൊക്കെ ആ രീതിയിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞ ആളുകളെ ടെർമിനേറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും അങ്ങനെ അവരൊക്കെ അവരൊക്കെ വളമാക്കിയൊക്കെ മാറ്റി എന്നാണ് പറയുന്നത്. നമ്മൾ സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാന വിധി നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. യു പിയിലെ ഒരു കോളേജ് വിദ്യാർത്ഥി ആയിരുന്ന ഹരീഷ് റാണ കഴിഞ്ഞ 13 വർഷമായി ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് 4 നില ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണ് കോമ സ്റ്റേജിലായി 13 വർഷമായി ട്രീറ്റ്മെൻറ്റിൽ ഭാഗമായിട്ട് കോമ സ്റ്റേജിൽ കിടക്കുകയും ആ കുട്ടിയെ ഒരു പാസീവ് യൂത്തനേഷ്യ, അതായത് നിഷ്ക്രിയ ദയാവധത്തിന് വിധേയമാക്കാനുള്ള ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിക്കുകയുണ്ടായി. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ദയാവധത്തിന് കോടതി അനുമതി നൽകിക്കൊണ്ടുള്ള ചിത്രം പുറത്തു വരുന്നത്. അതിൻ്റെ ധാർമ്മികതയാണ് ഈ ഒരു സ്പോട്ട്ലൈറ്റിൻ്റെ അടുത്തൊരു സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് ഈ ദയാവധത്തിൻ്റെ ധാർമ്മികത നമ്മൾ കാണുന്നത്? ദയാവധം എന്ന് പറയുന്നത് മനുഷ്യനുമായി അവൻ്റെ ജീവിതാവസാനവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിനെ ഒരു കോടതി ഇടപെടൽ മാത്രമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കാണാൻ കഴിയില്ല. അത് കോടതിയിൽ ഇടപെടുമ്പോൾ കോടതി ഒരുപാട് കാര്യങ്ങൾ വിശകലനം ചെയ്തിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവാൻ തന്നെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മനുഷ്യൻ എന്ന നിലക്ക് കേവലം ഒരു ഭൗതിക വസ്തുവല്ല, അത് ആത്മാവുള്ള ജീവിയാണ്. അതുകൊണ്ട് അതിനെ ആത്മീയ തലത്തിൽ കൂടി വിലയിരുത്തിക്കൊണ്ട് ധാർമ്മികമായി കൂടി അതിനെ നോക്കിക്കാണുക എന്നത് വളരെ നിർബന്ധമാണ്. അപ്പോൾ ഇതിൽ ഒന്നിപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നേരത്തെ നസീഫ് പറഞ്ഞ ഈ ഹരീഷ് റാണയുടെ 13 വർഷം നീണ്ട ഒരവസ്ഥ. അവരുടെ കുടുംബം കോടതിയെ സമീപിച്ചു, ഞങ്ങൾ ഈ ഒരു കടത്തത്തിൽ ഞങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജഡ്ജി ഇവർ വിധി പറയുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ റിപ്പോർട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് വൈകാരികമായി വിഷയത്തെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് നമ്മളെ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ രാജ്യസഭയിൽ ഈ വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ ഒരു വിഷയത്തിൽ ഒരു സമഗ്രമായ നിയമനിർമ്മാണം വേണമെന്നതാണ്. കാരണം അത് അങ്ങനെ ഒരു MP ആവശ്യപ്പെടാനും കാരണം അത് ജനങ്ങളുമായിട്ട് ഏറ്റവും സെൻസിറ്റീവായി ബന്ധപ്പെടുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെയാണ്. ഇതിന് ഇന്നും ഇന്നലെയൊന്നുമല്ല, ഒരുപാട് ചരിത്രങ്ങൾ പഴക്കമുണ്ട്. അപ്പോൾ പുരാതന കാലത്ത് ഈ പ്ലാറ്റോ അതുപോലെ സോക്രട്ടീസ് ഇവരൊക്കെ ഈ ഒരു നിഷ്ക്രിയ ദയാവധം പിന്നെ പാസീവ് യൂത്തനേഷ്യ എന്നുള്ളത് നടപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ടവരായിരുന്നു. പിന്നെ എന്നാൽ ആ സമയത്ത് ഈ ഹിപ്പോക്രാറ്റിക് ഓത്ത് ഉണ്ടല്ലോ, ആ പ്രതിജ്ഞ പ്രകാരം അത് പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ നിന്ന് പോയത്. പിന്നെ അത് ആധുനിക കാലത്തേക്ക് വന്ന ഒരു 17-ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ ഫ്രാൻസിസ് ബേക്കൺ എന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായിട്ട് യൂത്തനേഷ്യ എന്നുള്ള വാക്ക് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൽ ഈ ഫോർമിൻ, അതായത് പിന്നെ വേദനസംഹാരി കണ്ടെത്തിയതോടുകൂടി ഇതിൻ്റെ ചർച്ച ഒന്നിങ്ങനെ ബാലൻസ് ചെയ്തു പോയി. കാരണം ഇത് പ്രയാസം വരുമ്പോൾ സംഹാരി കൊടുക്കുമ്പോൾ. അങ്ങനെ 20-ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ 1930 നാസി ജർമ്മനിയിൽ നടന്ന T4 പ്രോഗ്രാം, അതായത് ദയാവധത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഒരു കറുത്ത അധ്യായമാണ് അത് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ വികലാംഗർ, മാനസിക രോഗികൾ, അതുപോലെയുള്ള ആളുകൾ, സമൂഹത്തിന് ഉപയോഗമില്ലാത്ത ആൾക്കാരെയൊക്കെ കൊല്ലാനുള്ള ഒരു അവസരമായിട്ട് എന്ത് ചെയ്തു, ഈ യൂത്തനേഷ്യ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം പിന്നീട് ചരിത്രത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ 20-21 നൂറ്റാണ്ടായപ്പോൾ നെതർലൻഡിൽ ഇത് ഔദ്യോഗികമായിട്ട് ഒരു നിയമമായിട്ട് തന്നെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നെ തുടർന്ന് ബെൽജിയം, അതേപോലെ തന്നെ ലക്സംബർഗ്, ഇവിടെയുള്ള രാജ്യങ്ങളൊക്കെ അത് നിയമമാക്കി. അങ്ങനെ ഒരു ചരിത്രം ലോകത്തുണ്ട്. ഇന്ത്യയിലേക്ക് വന്നപ്പോൾ 2011 അരുൺ ഷാൻബാഗ് കേസിലൂടെയാണ് ഈ ചർച്ച രംഗത്ത് വരുന്നത്. തുടർന്ന് 2018 കോടതി എന്ത് ചെയ്തു, ഇത് അനുവദിക്കപ്പെട്ടു. ഈ രീതിയിൽ എന്ത് ചെയ്യാന്നുള്ളത് പൊതുവായിട്ട് അനുവദിക്കപ്പെട്ടു. ഇതിൽ ഈ ദയാവധം എന്ന് പറയുമ്പോൾ 2 സംഗതി ഉണ്ട്. അതിൽ ഒന്നിനെ എല്ലാവരും നിഷേധിക്കുന്നുണ്ട്, അതായത് ആക്റ്റീവ് യൂത്തനേഷ്യ, അതായത് മരുന്ന് കുത്തിവെച്ച് ഒരാളെ ഇനി ജീവിക്കണ്ട എന്നുള്ളതൊക്കെ മരുന്നുകൊണ്ട് കൊല്ലുക. അതൊരിക്കലും ശരിയല്ല, അത് രാജ്യങ്ങളൊക്കെ എതിർത്ത കാര്യമാണ്. എന്നാൽ ഈ പാസീവ് യൂത്തനേഷ്യ എന്ന് പറയുന്നത് നിഷ്ക്രിയ ദയാവധം, അതായത് സ്വാഭാവികമായി വിട്ടുകഴിഞ്ഞാൽ അവർ മരിക്കും. അപ്പോൾ കൃത്രിമ ശ്വാസം നൽകി കൃത്രിമമായ സൗകര്യങ്ങൾ നൽകിക്കൊണ്ട് അവരെ ജീവൻ ഇങ്ങനെ നിലനിർത്തുന്ന ഒരു സാഹചര്യത്തിൽ ആ കൃത്രിമമായ
സൗകര്യങ്ങൾ എന്ത് ചെയ്യുന്നു, പിൻവലിക്കുന്നു. അങ്ങനെ സ്വാഭാവിക മരണത്തിലേക്ക് വിടുന്നു. ഇതാണ് പാസീവ് യൂത്തനേഷ്യ എന്ന് പറയുന്നത്. അതിലിപ്പോൾ ഈ ലിവിങ് വിൽ എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി ഇതിലേക്ക് ചേർത്ത് നമ്മൾ കാണുന്നുണ്ട്. അതായത് മുൻകൂട്ടി തയ്യാറാക്കുന്ന ഒരു മെഡിക്കൽ രേഖ. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ വസിയത്ത് സ്വബോധമുള്ള കാലത്ത് തന്നെ ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ എന്നെ ഈ രീതിയിൽ ക്രമീകരിച്ചാൽ മതി, ട്രീറ്റ് ചെയ്താൽ മതി എന്ന് നേരത്തെ ഒരു രേഖ ഉണ്ടാക്കുന്നു. ആ രേഖ അനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് എന്ത് ലിവിങ് വിൽ എന്നുള്ള രൂപത്തിലേക്കൊക്കെ വരുന്നത്. ഇങ്ങനെ കുറേ വിഷയങ്ങൾ ഇതിലുണ്ട്. അങ്ങനെ 2018 കോടതി വിധിയിലൂടെ ഇത് നിലവിൽ വരികയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാഴ്ചപ്പാട് ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടത്, ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ വെറും മെഡിക്കൽ കണ്ണിലൂടെയും അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾക്കൊരു ലിബറൽ വേൾഡ് ഓർഡറിൽ കുറേ കാഴ്ചപ്പാടുകൾ വരുന്നുണ്ട്. എന്താ സമൂഹത്തിന് ആവശ്യമില്ലാത്ത ആളുകളെ വെറുതെ നമ്മൾ നിലനിർത്തേണ്ട കാര്യം, വേറെ ഉള്ളവർ ഇടങ്ങാറാക്കേണ്ട. ഒരുപാട് സാമ്പത്തികമായിട്ട് ഒരുപാട് ആളുകൾക്ക് പ്രയാസം ഉണ്ടാകുന്നു. അതുപോലെ പ്രൊഡക്റ്റീവായിട്ട് സമൂഹത്തിനും കുടുംബത്തിനും ചെലവഴിക്കേണ്ട സമയം ഇതിനു വേണ്ടി ചെലവഴിക്കപ്പെടുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു വീക്ഷണകോണിൽ കണ്ടിട്ട് ഈ പ്രശ്നത്തെ കാണുന്ന ആളുകളാണ്. അവിടെ അങ്ങനെ കണ്ടുകൊണ്ട് ഇത് നിയമനിർമ്മാണത്തിനും പോകാൻ പാടില്ല, കോടതി വിധിയിലേക്കും പോകാൻ പാടില്ല. പ്രത്യേകിച്ച് വിശ്വാസി സമൂഹം അതിന് ആ രീതിയിൽ എടുക്കാനും പാടില്ല. ഇതിൻ്റെ മതപരമായ ഒരു സൈഡ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, വിശ്വാസികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യജീവൻ എന്ന് പറയുന്നത് കേവലം ഒരു ഭൗതിക പ്രതിഭാസമല്ല. അത് മറിച്ച് ഈ മനുഷ്യൻ്റെ ജീവൻ എന്ന് പറയുന്നത് അതിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആളുകളാണെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടോ നമ്മളോട് അനുവാദം ചോദിച്ചിട്ടോ അല്ല നമ്മൾ ഈ ലോകത്തേക്ക് വന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് ആ ജീവിതം അവസാനിപ്പിക്കേണ്ട സമയത്ത് നമുക്ക് അവസാനിപ്പിക്കാനും പറ്റില്ല. കാരണം ജീവൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ആരാണ്? സ്രഷ്ടാവാണ്. ആ സ്രഷ്ടാവ് നമ്മളെ ജീവിപ്പിച്ചു. ആ സ്രഷ്ടാവ് നമ്മളെ ഇവിടുന്ന് മരിപ്പിക്കുന്നൊരു സമയം ഉണ്ടാവും. ആ സമയം വരെ സ്വന്തം അതിന് വിധേയമാവുക എന്നതൊരു വിശ്വാസിക്ക് ഒരു നിലക്കും ചിന്തിക്കാൻ പാടില്ലാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ഇഷ്ടപ്രകാരമല്ല നമ്മൾ വന്നത്, നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് തിരിച്ചു പോകാനും പറ്റില്ല. അപ്പം എത്ര വലിയ വേദന വന്നാലും ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളതൊരു വിശ്വാസിക്ക് പാടില്ലാത്തതാണ്. ജീവിതം പരീക്ഷണമാണ്, മരണം അന്ത്യമല്ല, അത് യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള തുടക്കമാണ്. ഇതാണ് വിശ്വാസിയുടെ അടിസ്ഥാനം. എല്ലാവരും വിചാരിക്കണം എന്താ, മരണത്തോടു കൂടി ജീവിതം അവസാനിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവസാനിപ്പിക്കൽ ഏറ്റവും നല്ല രൂപത്തിലാവട്ടെ, അഭിമാനകരമായ മരണം എന്നാണ് ആളുകൾ പറയുന്നത്. അപ്പം അതുകൊണ്ട് ജീവിതം സ്വയം അവസാനിപ്പിച്ചാൽ എന്തായി, ഒക്കെ കഴിഞ്ഞു എന്നുള്ള, അത് ഫുൾ സ്റ്റോപ്പ് അല്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് സ്റ്റാർട്ടിംഗ് ആണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ജീവിതം മരണത്തിന് ശേഷമാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് ഈ മരണാസന്നമായ സമയത്തുണ്ടാകുന്ന എന്തെല്ലാം വേദനകളും പ്രയാസങ്ങളും ഉണ്ടോ അത് ക്ഷമിക്കുകയും സഹിക്കുകയും അതിനോട് മതം പറയുന്ന രീതിയിൽ ആ വ്യക്തിയും പരിചരിക്കുന്ന ആളുകളും അവരോട് ആ രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ അത് ഭാവി ജീവിതത്തിൽ അവർക്ക് എന്താണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ടാവും എന്നുള്ളതാണ്. പാപങ്ങൾ പൊറുക്കപ്പെടും, എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. എന്നിട്ട് ഉന്നതമായ സ്വർഗം കൊടുക്കും. ആ സ്വർഗം കിട്ടുന്ന വ്യക്തി ഇവിടെ വെച്ചുകൊണ്ട് സ്വയം മരിക്കാൻ പാടില്ല. സ്വയം മരിച്ച ആത്മഹത്യയാണ്. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ നാളെ നരകത്തിൽ അയാൾ എങ്ങനെയാണോ ആത്മഹത്യ ചെയ്തത് അതേപോലെ എന്ത് ചെയ്യും, ആ നരകത്തിൽ അയാൾ ചാടിക്കൊണ്ടിരിക്കും. ഇതാണ് അവസ്ഥ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ പാസീവ് യൂത്തനേസിയ എന്ന് പറയുന്നത് ഇതിൻ്റെ വ്യത്യസ്തമായൊരു സാഹചര്യമാണ്. അതിപ്പോൾ ഈ പറഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് ആക്റ്റീവ് യൂത്തനേഷ്യയുടെ ഭാഗത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചിപ്പോൾ കർമ്മശാസ്ത്ര രംഗത്തും മതപരമായ പണ്ഡിതന്മാർക്കിടയിലും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതായത് ഒരു മരിക്കാൻ ഉള്ള സാഹചര്യത്തിലെത്തിയ ഒരു വ്യക്തിയെ വെന്റിലേഷനും അതുപോലെ തന്നെ അനവധി ദിവസങ്ങൾ ICUവിലും വെച്ചുകൊണ്ട് ഇരിക്കേണ്ടതുണ്ടോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ എന്തുണ്ട്, വ്യത്യസ്ത അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായിരുന്നാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനെ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അതിനെ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം ഇവിടെ ഉണ്ട്. അതിനെ നമുക്ക് കുറച്ച് ഗൗരവമായിട്ട് തന്നെ കാണേണ്ടതുണ്ട്. കാരണം പ്രായമുള്ളവർ ഒരു ബാധ്യതയായിട്ട് കാണുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ഇതിന് ചികിത്സാ ചെലവ്, വലിയ തോതിൽ ചികിത്സാ ചെലവ് വരുന്ന പ്രശ്നങ്ങളുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ലിബറൽ ചിന്തയിലൂടെ ലോകത്തെ കാണുന്ന അവസ്ഥയുണ്ട്. അതായത് ആത്മഹത്യയും ഒരു അവകാശമാണെന്ന് വാദിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ സൂയിസൈഡ് പോഡുകളിൽ അഭയം തേടുന്ന സ്വിറ്റ്സർലൻഡിലെ ചില ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അതായത് ആത്മഹത്യ എന്നുള്ളൊരു അവകാശമാണെന്നുള്ള രൂപത്തിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു ലിബറൽ കാഴ്ചപ്പാട് സമൂഹത്തിലുണ്ട്. ഇതൊക്കെ ഒരു ഭാഗത്തുണ്ടാവുമ്പോൾ ഈ നിയമം കൂടി പാസ്സാക്കിയിടുമ്പോൾ ഇതൊക്കെ എന്താവും, ഈ രീതിയിലേക്ക് ദുരുപയോഗം ചെയ്യാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ മനുഷ്യൻ്റെ അന്തസ്സ് എന്ന് പറയുന്നത് മരിക്കാനുള്ള അവകാശത്തിലല്ല, മറിച്ച് ജീവിതത്തിലും അതോടൊപ്പം തന്നെ മരണസമയത്തും അവന് നൽകുന്ന പരിചരണത്തിലും സ്നേഹത്തിലുമാണ് യഥാർത്ഥത്തിൽ അന്തസ്സ് എന്ന് പറയുന്നത്.
അതായത് ജീവിതത്തിൽ മൊത്തം അവൻ സ്വീകരിക്കുന്ന നിലപാടുകൾ, അതോടൊപ്പം തന്നെ മരണത്തിൽ അവൻ സ്വീകരിക്കുന്ന നിലപാട്, അവനെ പരിചരിക്കുന്ന ആളുകൾ അവനോട് കാണിക്കുന്ന ബാധ്യതകൾ, കടപ്പാടുകൾ, അതൊക്കെ മാതൃകാപരമാവുക എന്നതാണ് ജീവിതത്തിൻ്റെ അന്തസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വ്യത്യാസം എന്ത് ചെയ്യേണ്ടതുണ്ട് ശരിക്കും മനസ്സിലാക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഡോക്ടർമാർ കേവലം യന്ത്രങ്ങളെപ്പോലെയല്ല എന്ത് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെ കാണേണ്ടത്. രോഗിയുടെ ആത്മീയവും മാനസികവുമായ അവസ്ഥയെ എന്ത് ചെയ്യേണ്ടത് പ്രത്യേകം പരിഗണിക്കണം. നിയമനിർമ്മാണ സഭകളിൽ ചർച്ച നടക്കുമ്പോൾ ഇതിൻ്റെ ഈ ഒരു മതപരമായ ആസ്പെക്റ്റ് കൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ ജനപ്രതിനിധികളും ഈ വിഷയത്തെ സമീപിക്കേണ്ടത്. ഒരു ലിബറൽ വീക്ഷണകോണിൽ മാത്രം കാര്യങ്ങളെ കണ്ടുകൊണ്ട് നിയമനിർമ്മാണം ഉണ്ടാകാൻ പാടില്ല, കോടതി ഇടപെടലുണ്ടാകാൻ പാടില്ല. അതോടൊപ്പം ഞാൻ ഈ പറഞ്ഞ മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ടായിരിക്കണം ഈ വിഷയങ്ങളിൽ പരിഗണന വേണ്ടത്. ഇന്നാണ് കോടതിയിൽ വിധി വന്നതെങ്കിലും ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർ എത്രയോ മുമ്പ് ഈ വിഷയം വളരെ ഭംഗിയായി ചർച്ച ചെയ്തിട്ടുണ്ട്. ആളുകൾക്ക് അതിൻ്റെ റെഫറൻസും കാര്യങ്ങളൊക്കെ നോക്കി പഠിക്കാവുന്നതാണ്. ഇന്നോ ഇന്നലെ തുടങ്ങിയ വിഷയങ്ങളല്ല, പണ്ഡിതന്മാർ വളരെ കൃത്യമായി ഇസ്ലാമിൻ്റെ തുടക്കകാലം മുതൽ ഇതിൻ്റെ ചർച്ചകളുണ്ട് എന്നുള്ളതിനെ മനസ്സിലാക്കുന്നത്. എന്താണ് അമീദ് മാഷിന് ഇതിൽ ആഡ് ചെയ്യാനുള്ളത്? ഒരു നിയമനിർമ്മാണം നടക്കുമ്പോൾ അതിൻ്റെ പിറകിലുള്ളൊരു അടിസ്ഥാന കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു മാനുഷിക യുക്തി ഉണ്ടല്ലോ, ഇതെന്താണെന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ജർമ്മനിയിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരികയും അല്ലെങ്കിൽ ഒരു നിയമനിർമ്മാണം നടക്കുന്ന സമയത്ത് അവിടെ അവർ അതിന് നൽകിയ വ്യാഖ്യാനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിക്കാനും അതുപോലെ മരിക്കാനുമുള്ള അവകാശം അവൻ്റെ പേഴ്സണൽ ഐഡൻറ്റിറ്റി എന്ന് വെച്ചാൽ വ്യക്തിപരമായ സ്വതബോധവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് അയാളുടെ സ്വതം തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് എന്ന ധാരണയിലെത്തി. അപ്പോൾ ഇതിന് സ്വാഭാവികമായി അതിനകത്തൂടെയാണ് അങ്ങനത്തെ ഈ യൂത്തനേഷ്യയ്ക്ക് അവർ അനുവാദം കൊടുക്കുന്നത്. പക്ഷെ അവിടെ നോക്കിയാൽ അറിയാം അത് ഏതു സമയത്തും മരിക്കാനുള്ള, ആത്മഹത്യ ചെയ്യാനുമുള്ള അവകാശമായിട്ട് ആണ് മാറുന്നത്. സ്വാഭാവികമായും ഈ നേരത്തെ പറഞ്ഞ സ്വിറ്റ്സർലൻഡിലെ ആത്മഹത്യാ ക്ലിനിക്കുകളിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ പോയത് ജർമ്മനിയിൽ നിന്നാണ്. അപ്പോൾ അവരെ അടിച്ചേൽപ്പിച്ച ഒരാശയത്തിൻ്റെ പരിണത ഫലം എന്ന് പറയുന്നത് വളരെ ക്ലിയറാണ്. അതൊരു റൈറ്റാണ്, അല്ലെങ്കിൽ ആ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണ് എന്നതിലേക്ക് അവർ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഹിന്ദു ജൈന മതങ്ങളിലൊക്കെ സമാധി അടയുക എന്നുള്ള ഒരിതുണ്ട്. അതായത് ഒരു ഘട്ടം കഴിയുമ്പോൾ അവർ സ്വയം ഭക്ഷണവും അന്നപാനീയങ്ങളൊക്കെ ഉപേക്ഷിച്ച് മെല്ലെ മെല്ലെ മരണത്തിന് കീഴടങ്ങുന്നു. ചിലപ്പോൾ വെള്ളം മാത്രം കുടിച്ചിട്ടായിരിക്കും സമാധി, ഇപ്പോൾ കുറേ ദിവസം എടുത്തിട്ട്. അതൊരു തരം ആത്മാവിനെ മെല്ലെ മോചിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് ഇന്ന്. ഇതുപോലും ഇന്നത്തെ അവസ്ഥയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുവദനീയം അല്ല. ഒരാളങ്ങനെ ചെയ്യാൻ ശ്രമിക്കാൻ സർക്കാരിന് എന്ത് ചെയ്യാം, ഇടപെടാം. അറിയാം, ഒരു കേരളത്തിൻ്റെ സംഭവമൊക്കെ അറിയാലോ. അതെ. പക്ഷേ നേരത്തെ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ നന്നങ്ങാടികൾ, അതുപോലെ തമിഴ്നാട്ടിലുള്ള തലീക്കുത്ത്, ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വെച്ചാൽ ഒരു പരിധി വിട്ട് ജീവിക്കുമ്പോൾ ഇവരെ കൊണ്ട് ഒന്നും ചെയ്യല്ലാത്തതുകൊണ്ടെന്താണ് അങ്ങനെ ചെയ്തിരുന്നു. പക്ഷെ അവിടെയൊക്കെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരാശയം ചിന്തിക്കാനേ നിവൃത്തിയില്ലാത്ത വിധം വളരെ ക്ലിയറാണ് അതിൻ്റെ കാഴ്ചപ്പാട്. പക്ഷേ ഇതിനേക്കാൾ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇത് കേവലം ഒരു ഈ യൂത്തനേഷ്യയുടെ വിഷയമല്ല. ഇതിന് മറ്റു പലതുമായിട്ടും ബന്ധമുണ്ട്. ഒരു ഉദാഹരണത്തിന് ഗർഭചിത്രവുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. ഒരു അംഗവൈകല്യമുള്ള ഒരു കുട്ടി, ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയെ മരിപ്പിക്കാൻ അല്ലെങ്കിൽ ആ കുട്ടിയെ കൊല്ലാനുള്ള ഒരു അവകാശം അത് ആർക്കുള്ളതാണ്? അതിവിടെ ഇപ്പോൾ അതിൻ്റെ കൺസെൻറ്റ് കൊടുക്കേണ്ടത് ആ ഭാര്യയും ഭർത്താവാണ്, അല്ലെങ്കിൽ ഭാര്യ തന്നെയാണ്. ആ സ്ത്രീക്ക് അവകാശമുണ്ട്. അപ്പോൾ അത്തരം ഒരു ഘട്ടത്തിൽ ഒരു ജീവനെ നശിപ്പിക്കാനുള്ള അവകാശമാണ് എന്ത് ചെയ്യുന്നത് ഇതിനകത്തൂടെ ഉണ്ടാകുന്നത്. ഇതുപോലെ തന്നെ ഇപ്പോൾ അംഗവൈകല്യം ബാധിച്ചോ അല്ലെങ്കിൽ അധികം പറ്റാണെന്ന് തോന്നുന്ന കുട്ടി വരെ എന്ത് ചെയ്യാം, ആ രീതിയിൽ ഇപ്പോൾ എനിക്ക് 5 കുട്ടികളുണ്ട്, 6ാമത്തെ കുട്ടി വേണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ആ അവകാശം ആ സ്ത്രീക്കുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇതൊരു കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഒരു ജീവിതത്തെ അത് മരിക്കണോ ജീവിക്കണമോ എന്ന് തീരുമാനിക്കുന്നതിന് അകത്തേക്ക് പോകുന്ന ഒരവകാശമായിട്ടാണ് അത് ഇത് മാറുന്നത്. മറ്റൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനൊരു കോടതിയെ സമീപിക്കാൻ 4 കൂട്ടർക്കാണ് അവകാശം പറയുന്നത്. ഒന്നുകിൽ മാതാപിതാക്കൾ, അല്ലെങ്കിൽ പങ്കാളി ഇപ്പോഴത്തെ അവസ്ഥയിൽ ചിലപ്പോൾ ലിവിങ്ങിൻ്റെ ആളൊക്കെ ആവട്ടോ. മൂന്നാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഷാൻബാഗിൻ്റെ കേസിൽ എന്ത് ചെയ്യുന്നത്, ആ ഒരു ആക്ടിവിസ്റ്റ് ചെയ്യുന്നത്. 4ാമത്തേത് ഡോക്ടറാണ്, ഒരു മെഡിക്കൽ.
ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു ആക്സിഡൻറ്റ് നടക്കുന്നു. ആ ആക്സിഡൻറ്റിൽ ഒരു അജ്ഞാതനായ വ്യക്തി ഇതുപോലെ ബ്രെയിൻ ഡെത്ത് സംഭവിച്ച് ഒരു ഹോസ്പിറ്റലിൽ ചെയ്യുന്നു. അപ്പോൾ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചോളം അനിശ്ചിതമായിട്ട് ഇങ്ങനൊരു ബോഡി സൂക്ഷിക്കാൻ, ബോഡിയല്ല ഈ വ്യക്തിയെ സൂക്ഷിക്കാൻ കഴിയില്ല. പരസ്യം ചെയ്യുന്നു, ആരും വരുന്നില്ല, എന്താ ചെയ്യേണ്ടത്? ഇവിടെയാണ് ഒരു ഡോക്ടർ റോള് വരുന്നത്. ആ ഡോക്ടർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സർട്ടിഫൈ ചെയ്യുന്നു ഇതിനി തിരിച്ചു വരാൻ ഇടയില്ലാത്തൊരിതാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തിന് പിന്നെ യൂത്തനേഷ്യയ്ക്ക് വിധേയമാക്കാം എന്ന്. അവിടെ സ്വാഭാവികമായി ഉയർന്നു വരുന്ന ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്തുകൂടെ എന്നുള്ളത്. അങ്ങനെ ഒരു ചോദ്യം വരുന്നതോടെ ഉള്ളൊരു അപകടമാണ് നമ്മൾ കണ്ടത്. ഇത്തരത്തിലുള്ള മരണങ്ങൾ, ഇത്തരത്തിലുള്ള അപകടങ്ങൾ അത് ബോധപൂർവം സൃഷ്ടിച്ചെടുത്താൽ പോലും ഇങ്ങനത്തെ വലിയൊരു വ്യവസായത്തിൻ്റെ സാധ്യതയിലേക്ക് ഇത് പോകുന്നുണ്ട്. അതില്ലാത്തതല്ല, നമ്മളിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളുടെയും പിറകിലുള്ള കഥകളാണ്. പിന്നൊന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഈ അവയവദാനം ബന്ധുക്കൾക്കടക്കം ഇത് ചെയ്യാൻ പറ്റും. അവിടെയും വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഇന്നത്തെ അവസ്ഥയിൽ അത്ര കാരുണ്യം മുറ്റി നിൽക്കുന്ന ബന്ധങ്ങളൊന്നും അല്ലുള്ളത്. അവരതിന് മറ്റു രീതിയിലൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഏത് രീതിയിലും അത് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. പിന്നൊന്നെന്ന് വെച്ചാൽ ഇതിൽ അപേക്ഷ നൽകേണ്ടത് ആരാണ്? ഏറ്റവും അടുത്ത ബന്ധുക്കൾ തന്നെയാണല്ലോ. ഈ വ്യക്തിയുടെ സ്വത്തിൻ്റെ ബെനിഫിഷ്യറീസും ആരായിരിക്കും? ഈ അടുത്ത ബന്ധുക്കളാണല്ലോ. അപ്പോൾ ആ രീതിയിൽ ചില താല്പര്യങ്ങളുടെ പേരിൽ അത്തരത്തിലുള്ള ബെനിഫിഷ്യറീസ് ഇതിന് തയ്യാറാവുകയാണെങ്കിലോ അപകടകരമായിട്ടുള്ള ഒരു ഇതുണ്ട്. കാരണം ഈ രോഗി എന്താണ്, ഡോക്ടർമാരും ഈ ബന്ധുക്കളും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് റിക്കവറിക്ക് സാധ്യത ഉണ്ടെങ്കിൽ പോലും വേണമെങ്കിൽ ഒരു മറ്റേ രീതിയിൽ ആരും ഇടപെടാൻ പറ്റാത്ത രൂപത്തിൽ സംഭവിക്കുകയാണെങ്കിൽ മരണത്തിലേക്ക് തള്ളിവിടാനുള്ള അപകടം ഉണ്ടെന്നർത്ഥം. ഇവിടെ എന്തായാലും അപ്പോൾ ഒരു നോൺ ക്ലൈമൻസ് ആകണം. ഞങ്ങൾ സ്വത്തിലെന്താ ചെയ്യുന്നില്ല, സ്വത്ത് ആർക്കെങ്കിലും വിട്ടുകൊടുക്കാമെന്നൊക്കെ പറയാനുള്ള ഒരു ത്യാഗമനസ്ഥിതി ഉണ്ടാവണം. ഈ രണ്ടാമതൊരു വിഷയം എന്താ വെച്ചാൽ ഇത് ലീഡ് ചെയ്തൊരു കാര്യമാണ് ഇപ്പോൾ ഈ ആത്മഹത്യാ ക്ലിനിക്കുകൾ, സൂയിസൈഡ് ക്ലിനിക്കുകൾ. അപ്പോൾ ആത്മഹത്യക്ക് ഈ അനുവാദം നൽകിയ രാജ്യങ്ങൾ, അതായത് സ്വിറ്റ്സർലാൻഡ് പോലുള്ള നെതർലാൻഡ് പോലുള്ള രാജ്യങ്ങൾ, ഇതിൽ സ്വിറ്റ്സർലാൻഡിൽ ഇത്തരത്തിലുള്ള യൂത്തനേഷ്യ ക്ലിനിക്കുകൾ വന്നു. അപ്പോൾ മറ്റു പല രാജ്യങ്ങളിലൊന്നും ഇവിടേക്ക് ആളുകൾ പോവുകയും അവിടെ അവർ ഈ സുഖമരണം എന്നാണ് അതിന് പറയുന്നത്, ഈ സുഖമരണം എന്ത് ചെയ്യുന്നു പിന്നെ എടുക്കുകയും ചെയ്യാണ്. ഇതിന് ശരിക്കും വെച്ചാൽ യൂത്തനേഷ്യ ടൂറിസം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അവിടെയുള്ള ഡിഗ്നിറ്റാസ് എന്ന് പറയുന്ന ഒരു NGO വിഭാഗം ഇവരിതിനു വേണ്ടിയിട്ടുള്ള പല നിയമനിർമ്മാണങ്ങൾക്കും വേണ്ടി സർക്കാരിനെ സ്വാധീനിക്കുകയും അങ്ങനെ പലതൊക്കെ നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2009 പിന്നെ ഒരു ബ്രിട്ടീഷ് ദമ്പതികൾ ഇവിടെ പോയി, രണ്ടുപേരും അവിടെ എന്ത് ചെയ്തു, ഇതിന് വിധേയമായി. അത് ബ്രിട്ടനിൽ വലിയൊരു വിവാദമാകാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഭാര്യയ്ക്ക് ക്യാൻസർ ബാധിച്ച് അവർ ടെർമിനൽ സ്റ്റേജിലേക്ക് എത്തിയിരുന്നു. ഭർത്താവ് പൂർണ്ണ ആരോഗ്യവാനായിരുന്നു. പക്ഷേ ഭാര്യയോടുള്ള സ്നേഹത്തിൻ്റെ പേരിലാണ് ഇദ്ദേഹം കൂടെ എന്ത് ചെയ്യുന്നത്, മരിക്കാൻ തയ്യാറാകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് ആ ഭർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മഹാത്യാഗത്തിൻ്റെയൊക്കെ ഒരു കമിതാക്കളുടെ കഥ പറയാണ്. പക്ഷേ ആലോചിച്ച് നോക്ക്, വേറൊരു വശത്ത് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഉള്ള രണ്ട് കമിതാക്കൾ, ഇവർക്ക് സമൂഹം വിലക്കേർപ്പെടുത്തി മതപരമായിട്ടോ ജാതി എന്തോ ആയിക്കോട്ടെ ഇവർ ജീവിക്കാൻ നിവൃത്തിയില്ല. എങ്ങനെയെങ്കിലും മറ്റേ കുറച്ച് പൈസയൊക്കെ കെട്ടിട്ട് എന്ത് ചെയ്യുന്നു, ഇവർ സ്വിറ്റ്സർലാൻഡിലേക്ക് പോയിട്ട് അവിടെ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുക. അപ്പോൾ ഇത് ആ രീതിയിൽ അനുവദനീയമായിട്ടൊരവസ്ഥയിലേക്ക് മാറുന്നതാണ്. കാരണം അവിടെ നിയമത്തിന് അനുകൂലാവസ്ഥയുണ്ട്. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ 2006 ഇതുപോലെ ആൻ ടാൻഡർ എന്ന് പറയുന്ന ഡോക്ടർ, ഇദ്ദേഹം സ്വിറ്റ്സർലാൻഡിൽ പോയിട്ട് എന്ത് ചെയ്തു, ഇതുപോലെ മരിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററിന് ഇറങ്ങിയിട്ടുണ്ട്. എന്താ വെച്ചാൽ എ ഷോർട്ട് സ്റ്റേ ഇൻ സ്വിറ്റ്സർലാൻഡ് എന്നുണ്ട്. വലിയ സെലിബ്രേറ്റ് ചെയ്തൊരു മൂവി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതിലൂടെയൊക്കെ പരസ്യപ്പെടുത്തുകയാണ് ഈ കാര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഈ നമ്മൾ പറയുന്ന പെർമനൻ്റ്ലി വെജിറ്റേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് ആളുകൾ എത്തുന്ന ഒരു കാര്യത്തെയാണ് ഇവിടെ എടുക്കുന്നത്. പക്ഷേ ഈ ഏറ്റവും അപകടകരമായ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞാണ്, ഒരു വ്യക്തി ഒരു നേഷണൽ വേസ്റ്റാണ് എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഭരണകൂട സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ചില ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളൊക്കെ ആ രീതിയിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞ ആളുകളെ ടെർമിനേറ്റ് ചെയ്യാൻ
തീരുമാനിക്കുകയും അങ്ങനെ അവരൊക്കെ എന്താണ് അവരൊക്കെ വളമാക്കിയൊക്കെ മാറ്റി എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. എന്തായാലും ഇതൊക്കെ ഒരു നാഷണൽ പ്രൊഡക്ഷനിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തവർ, ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ നമ്മൾ ചിന്തയിൽ വളരെ പ്രധാനപ്പെട്ട മാറ്റം വേണമെന്ന് പറയുന്നത്. ഒന്നാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ സഹനമെന്ന് പറയുന്നത് അത് വ്യക്തിപരമായിട്ട് പ്രധാനമാണ്. ഒപ്പം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുക, ത്യാഗം അനുഭവിക്കുക എന്നുള്ളത് അത് കുടുംബത്തിന് വേണ്ടിയാണെങ്കിലും സമൂഹത്തിന് വേണ്ടിയാണെങ്കിലും രാഷ്ട്രത്തിന് വേണ്ടിയാണെങ്കിലും ഒക്കെ വളരെ പരമപ്രധാനമാണ്. ഇതാണ് ഒരു സമൂഹത്തിൻ്റെ സൗന്ദര്യത്തെ നിശ്ചയിക്കുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ കാലുഷ്യങ്ങളും പ്രയാസങ്ങൾക്ക് ഇടയിൽ പോലും ഒരു മനുഷ്യൻ അവൻ്റെ ആത്മാവിന് അല്ലെങ്കിൽ അവൻ്റെ ഒരു ഉള്ളിലൊരു സംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിച്ചു എന്ന് പറയുന്നത്. അത്തരമൊരു ആത്മസംതൃപ്തിയെ തടയാൻ ഇതെന്ത് ചെയ്യും കാരണമാകും എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ രോഗം വരുമ്പോൾ എന്താ വെച്ചാൽ രോഗത്തെ പരീക്ഷണമായിട്ടാണല്ലോ കാണുന്നത്. രോഗത്തിൽ സഹിക്കുന്നവർ നേരത്തെ പറഞ്ഞാൽ എന്താണ് പ്രതിഫലമുണ്ട്, അതുപോലെ പാപങ്ങൾ എന്ത് ചെയ്യും പൊറുക്കപ്പെടും, അതിലൂടെ സ്വർഗത്തിലേക്ക് എന്ത് ചെയ്യും പോകാൻ പറ്റും. അപ്പോൾ വളരെ ഈ നേരത്തെ പറഞ്ഞ ആത്മഹത്യയിലൂടെ ഒരു ജീവിതം അവസാനിപ്പിക്കുക എന്നതിനേക്കാൾ ഈ സഹനത്തിലൂടെ ഉന്നതമായൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുമെന്നാണ് എന്ത് ചെയ്യുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്തായാലും ഈ ഇപ്പോൾ ശരീരം തളർന്നു കിടക്കുന്നൊരു വ്യക്തി, ഇദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്താ നമുക്കറിയോ? അത് സന്തോഷിക്കുകയാണെങ്കിലോ അദ്ദേഹം വളരെ ആഹ്ലാദവാനായി മറ്റൊരു ലോകത്തെ സ്വപ്നം കണ്ടു പോലെ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണെങ്കിലോ അദ്ദേഹത്തെ എന്തിനാണ് കൊല്ലുന്നത്? അപ്പോൾ അവിടെ നമുക്കറിയാത്ത ഒരു ജീവിതാവസ്ഥയിൽ നിൽക്കുന്ന ഒരാളെ നമ്മൾ അയാളുടെ ശാരീരികമായിട്ട് അവസാനിപ്പിക്കുക എന്നുള്ളതല്ല വേണ്ടത്, മറിച്ച് അദ്ദേഹത്തിന് കൂടി വേണ്ടി ജീവിക്കേണ്ടതാണ് ഒരു ജീവിതമെന്ന് മനുഷ്യൻ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നേരത്തെ പറഞ്ഞ അനുവദനീയമായ ചില ഘട്ടങ്ങളിൽ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ ഇത് സംഭവിക്കാൻ പാടില്ല. ഇതിൻ്റെ ഏറ്റവും അപകടകരമായിട്ടുള്ള വശം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലും ധാരാളമായിട്ടുള്ള വൃദ്ധസദനങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങളുണ്ട്. അവിടേക്ക് തന്നെ ആയിരക്കണക്കിന് മനുഷ്യർ തങ്ങളുടെ ജീവിതം മാറ്റിവെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വൃദ്ധന്മാർക്ക്, രോഗികൾക്ക്, പരിചരണം ആവശ്യമുള്ളവർക്ക് വേണ്ടി പെയിൻ ആൻഡ് പാലിയേറ്റീവ് പോലുള്ള ക്ലിനിക്കുകൾ ഇവിടെയൊക്കെ സ്വയം മറന്ന് ജീവിക്കുന്നവരുണ്ട്. അവരതിനകത്തൂടെയാണ് അവരുടെ ജീവിതത്തെ സാക്ഷാത്കരിക്കുന്നത്. അങ്ങനത്തെ ആളുകളുടെയൊക്കെ ത്യാഗ മനസ്ഥിതിയെ കൊഞ്ഞനം കുത്തുന്ന ഒന്നുകൂടിയാണ് ഇത്തരത്തിലുള്ള യുത്തനേഷ്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വ്യാപകമാകുമെങ്കിൽ മറ്റേതിന് പ്രസക്തിയില്ലാതെയാകും. അത് തീരെ എന്താ പറയുക ഒരു സമൂഹത്തിൽ ഉള്ള ഏറ്റവും വലിയൊരു ഫലിതമായിട്ടത് മാറാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പരിമിതപ്പെടുത്തി മാത്രമാണ് ചെയ്യേണ്ടത്. സർക്കാരിൻ്റെ നിലപാട് എന്തായാലും കോടതിയുടെ നിലപാടിനോട് പൂർണ്ണമായി യോജിക്കുന്നതല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. അതെന്തായാലും കുറേ കൂടെ വ്യക്തതയുള്ള ഒന്നായി മാറണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കൂടുതൽ വ്യക്തത എന്നുള്ളത് പോയിന്റ് ഇതിൽ പ്രധാനമാണ്. അതായത് കാരണം ഇതിലൊരു പിന്നെ ശരിക്കും മരണപ്പെട്ടു എന്ന് പറയാവുന്ന വ്യക്തിയെ എത്രയോ ദിവസങ്ങൾ വെന്റിലേഷനിലും മറ്റും കൊണ്ടുപോകുന്നൊരു അവസ്ഥ അതും ഇവിടെ ഉണ്ട്. അത് എന്നിട്ട് കച്ചവടവും ബിസിനസ്സും ആക്കി മാറ്റുന്ന അവസ്ഥയുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ട് ഇത് വളരെ സെൻസിറ്റീവായ ഇഷ്യൂ ആണ്. ശ്രദ്ധിച്ച് ഇതിൽ ഇടപെടണം എന്നുള്ളതാണ് അതാണ് നമുക്കിതിൽ പറയാനുള്ളത്.